ഇവിടെ ഒരു ഭൂകമ്പത്തിൽ കാഞ്ചിലാൽ എന്നയാളുടെ സ്ഥാപനം തകർന്നു വീണു. അത് പുള്ളിയെയും ഫാമിലിയെയും നല്ലതുപോലെ ബാധിച്ചു. ആളൊരു നിരീശ്വരവാദിയാണ്. ദൈവത്തിന്റെ പേരിൽ ആളുകൾ കാണിച്ചു കൂട്ടുന്ന ആഭാസങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം അയാൾ പോരാടാറുണ്ട്. അതുകൊണ്ട് ദൈവം തന്ന ശിക്ഷയാണെന്ന് നാട്ടുകാർ പറഞ്ഞു കഴിയൊഴിയാൻ തുടങ്ങി. എന്നാൽ സമീപത്ത് തന്റെ സ്ഥാപനത്തെക്കാൾ പഴക്കം ചെന്ന സ്ഥാപനങ്ങൾ ഉരുക്കുപോലെ നിൽക്കുന്നുണ്ട്. ഇത് ദൈവമല്ല, ആരൊക്കെയോ മനഃപൂർവ്വം പണിതാണെന്ന് മനസ്സിലായി. കേസിന് പോകാൻ പറ്റില്ല, ഭൂകമ്പത്തിൽ സംഭവിച്ചതാണെന്ന് എല്ലാവരും പറയും. സ്ഥാപനം ഇൻഷുറൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് ക്ലെയിം ചെയ്യാൻ വേണ്ടി പോയി. അവിടെയും പ്രശ്നം. പ്രകൃതി ദുരന്തങ്ങളിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ ദൈവത്തിൽ നിന്നായതിനാൽ ഇൻഷുറൻസ് തുക കൈപ്പറ്റുകയില്ല എന്ന കോളത്തിൽ അയാളുടെ ഒപ്പ് കിടപ്പുണ്ട്. അതുകൊണ്ട് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ ചെറിയ അക്ഷരത്തിൽ എഴുതിയാൽ ആര് വായിക്കാനാണെന്ന് പറഞ്ഞ് അയാൾ അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ടും ഒന്നും നടന്നില്ല. അയാൾ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഒപ്പിട്ടത് കൊണ്ട് ഇൻഷുറൻസുകാർക്കെതിരെ പറ്റില്ല. അങ്ങനെ ദൈവത്തിനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. പിറ്റേന്ന് തന്നെ വക്കീലിനെ കാണാൻ വേണ്ടി പോയി. കേസ് ദൈവത്തിനെതിരെയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ കഴിയുകയും പേടിച്ച് അയാൾ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ അവിടെയുള്ള എല്ലാ വക്കീൽമാർക്കും ഇത് തന്നെയാണ് അവസ്ഥ. ഒടുവിൽ ഒരു മുസ്ലിം വക്കീലിനെ കാണാൻ അയാൾ പോയി നോക്കി. ദൈവത്തിനെതിരെ കേസ് കൊടുക്കുന്നത് കൊണ്ട് അഡ്രസ് ഇല്ലാത്തതിനാൽ ആദ്യം തന്നെ കേസ് തള്ളിപ്പോകുമെന്ന് പറഞ്ഞു. തന്റെ ഭാര്യ സ്ഥിരമായി പോകുന്ന അമ്പലം അഡ്രസ് ആയി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അതോടെ ലീഗൽ നോട്ടീസ് കോടതിയിലേക്ക് അയക്കാമെന്ന് അയാൾ ഏറ്റു. പക്ഷേ അയാൾക്ക് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വാദിക്കാനുള്ള ഓപ്ഷൻ കോടതിയിലുണ്ടെന്ന് പറഞ്ഞു. അതോടെ സ്വയം വാദിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. വിവരമറിഞ്ഞ മതപണ്ഡിതന്മാർ എല്ലാവരും ഒത്തുകൂടി ഈ കേസ് പൊളിക്കാൻ എതിർഭാഗം വക്കീലിനെ തയ്യാറാക്കി. അയാളുടെ ഭാര്യ കടുത്ത വിശ്വാസിയാണ്. രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ കേസ് തോൽക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വിചിത്രമായ കേസായതുകൊണ്ട് ജനങ്ങളെല്ലാം കോടതിയിൽ തിങ്ങിക്കൂടിയിട്ടുണ്ട്. എല്ലാ മഹാന്മാരും ഇപ്പോൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. എതിർഭാഗം വക്കീല് ഈ ചീള് കേസെടുത്ത് കോടതിയുടെ മാനം കളയണോ എന്ന് പറഞ്ഞ് അയാളെ തളർത്താൻ നോക്കി. പിന്നെ അവിടെ അയാളുടെ വാദം കൊണ്ടുള്ള പോരാട്ടമായിരുന്നു. എല്ലാത്തിനെയും നിർത്തി പൊരിക്കുന്നുണ്ട്. സ്വാമിജിയെ ചോദ്യം ചെയ്തപ്പോൾ ഉത്തരം കിട്ടിയില്ല. അതുകൊണ്ട് പുറത്തു വന്നാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എതിർഭാഗം വക്കീലിന്റെ വായിൽ പഴം തിരികിയ അവസ്ഥയായിരുന്നു. അയാളുടെ വാദത്തിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ കോടതി കേസ് സ്വീകരിച്ചു. അയാൾക്കത് ഒരു യുദ്ധം ജയിച്ചു വന്ന പോരാളിയെ പോലെയായിരുന്നു. അതോടെ നിരവധി ആളുകൾ ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇൻഷുറൻസ് നഷ്ടപ്പെട്ട കേസുകൾ കോടതിയെ സമീപിക്കാൻ രംഗത്ത് വന്നു. കോടതിയിൽ വീണ്ടും അയാൾ പോരാടി തുടങ്ങി. ദൈവത്തിന്റെ പേരിൽ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന എല്ലാ തെറ്റുകളും അവർക്ക് മുന്നിൽ തന്നെ ചോദ്യം ചെയ്തു. എന്നാൽ അയാളുടെ വാദത്തിന് അധിക സമയം നീണ്ടു നിന്നില്ല. എതിർഭാഗം വക്കീല് ദൈവം നശിപ്പിച്ചുവെന്ന് തെളിയിക്കാൻ പാകത്തിനുള്ള തെളിവ് കോടതിയിൽ സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. കോടതി ആ വാദം സ്വീകരിക്കുകയും തെളിവ് കണ്ടെത്തി കൊണ്ടുവരാനും ഇല്ലെങ്കിൽ കേസ് തള്ളുമെന്ന് പറയുകയും ചെയ്തു. അത് അയാൾക്കൊരു തിരിച്ചടിയായി. അങ്ങനെ യഥാർത്ഥ ദൈവത്തിന്റെ രൂപത്തിൽ വന്ന ഹീറോയുടെ സഹായത്തോടെ അയാൾ രാമായണത്തിൽ നിന്നും ഖുറാനിൽ നിന്നും ബൈബിളിൽ നിന്നും ഭൂമിയിൽ വരുത്തുന്ന എല്ലാ നാശനഷ്ടങ്ങൾക്കുള്ള ഉത്തരവാദി ദൈവമാണെന്നുള്ള വാക്യങ്ങൾ കണ്ടെത്തുന്നു. അടുത്ത ദിവസം അതുപയോഗിച്ച് അയാൾ കോടതിയിൽ പയറ്റി നോക്കി. അതെല്ലാം കേട്ട് കേസ് പൊളിയുമെന്ന് കരുതിയവന്മാരെല്ലാം ഞെട്ടിത്തുടങ്ങി. ഒടുവിൽ ദൈവത്തിനെതിരെയുള്ള അയാളുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിൽ കോടതി വിധി അയാൾക്ക് അനുകൂലമായി വിധിച്ചു. നഷ്ടപരിഹാരം മതസംരക്ഷകർ തന്നെ നൽകണമെന്നും പറഞ്ഞു.